ഒരു പ്രമേഹ രോഗി കാഴ്ച നഷ്ടപ്പെടാതിരിക്കാൻ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഷുഗർ കൺട്രോളാണെന്നുള്ളതാണ്. ഷുഗർ കൺട്രോൾ എന്ന് പറയുന്നത് മാത്രമല്ല, ശരിക്കും ആ 24 hours നമ്മൾ ആ ഷുഗർ ഒരു 70-നും 150-നും ഇടയിലായിരിക്കണം. അത് ടൈം ഇൻ റേഞ്ച് എന്നുള്ളൊരു ഫിനോമിന ഉണ്ട്. ടൈമും ഇമ്പോർട്ടൻ്റാണ്, റേഞ്ചും ഇമ്പോർട്ടൻ്റാണ്. ഇപ്പോൾ ഇത്രയും ടൈമിൽ ആ 70-നും 150-നും ഇടയിലായിരിക്കണം ഷുഗർ. അത്ര ഇമ്പോർട്ടൻസ് ആണ് ഇപ്പോൾ ഗ്ലൈസമിക് കൺട്രോൾ എന്നുള്ള വിഷയം. പിന്നെ അതേപോലെ തന്നെ BP ഉണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യണം, വളരെ അധികം നിർബന്ധമാണ്. ഇപ്പോൾ പേഷ്യൻസിന് എല്ലാവരും പറയാറുണ്ട് മൂത്രം പതഞ്ഞു പോകണമെന്നുള്ളത്. അപ്പോൾ പതഞ്ഞു പോകുമ്പോൾ 2-3 കാരണങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം എന്ന് പറയും. യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ചെറിയൊരു പ്രോട്ടീനൂറിയ ഫ്രോത്തിങ് ഉണ്ടാവും. പക്ഷേ അത് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ യൂറിൻ ഫോർ മൈക്രോ ആൽബമിൻ എന്നുള്ളൊരു ടെസ്റ്റ് ഉണ്ട്, അത് നോക്കും. അത് ശരിക്ക് മൈക്രോ ആൽബമിൻ <30 ആണ് വേണ്ടത്. പക്ഷേ <30 ആണുണ്ട് ഒരു നെഫ്രോപ്പതി ആ റേഞ്ചിൽ ഉണ്ടെങ്കിൽ. പക്ഷേ പറയുന്നത് ഓൾറെഡി റെറ്റിനോപ്പതി വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഫ്രോത്തിങ് എന്നുള്ള യൂറിൻ പതഞ്ഞു പോകുക എന്നുള്ളത് നിസ്സാരമായി എടുക്കരുത്. അപ്പം അതിനുള്ള മെഡിസിൻ ഉണ്ട്. നമ്മൾ കുറച്ച് മെഡിസിൻ അതിനായിട്ട് BP-യുടെ മരുന്നാണ്, പക്ഷെ അത് കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് അതിന്. അപ്പോൾ എല്ലാ പേഷ്യൻറ്റും പറയുക എന്തിനാ BP-യുടെ മരുന്ന് എഴുതിയെന്നുള്ളതാണ്. പക്ഷെ അതല്ല, അത് ഒരു ഗുണം കൂടി ഉള്ള കാരണമാണ് നമ്മളത് എഴുതുന്നത്.